എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ബാലേന്ദ്രനാണെങ്കിൽ അലീനയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ഈ ഒന്നും അല്ല അല്ലേ എന്നല്ലേ, വൈജയന്തി പാവാണെന്ന് പറഞ്ഞത് ബാലേന്ദ്രന് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. വലിയ ചതി ചെയ്തിട്ടുള്ളത് വൈജയന്തിയാണല്ലോ. എന്നിട്ട് ഈ പാവം ബാലേന്ദ്രൻ അനുഭവിക്കുന്ന ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ആർക്കായാലും സങ്കടം വരും. അപ്പോൾ ബാലേന്ദ്രൻ അങ്ങനെ ചോദിച്ചിട്ട് പിന്നീട് അലീനയാണെങ്കിലും അത് ചോദിക്കണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. അലീനയ്ക്കും ഭയങ്കര സങ്കടമാവുന്നുണ്ട് കേട്ടോ. ബാലേന്ദ്രൻ്റെ ആ നിൽപ്പും എല്ലാം കണ്ടിട്ട് അലീനയോട് ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, വല്ലതും കഴിച്ചിട്ട് പോയി കിടക്കാൻ നോക്ക്, പോയിക്കോന്ന് അറിയും. അപ്പോൾ അലീന സങ്കടത്തോടു കൂടി ബാലേന്ദ്രനെ നോക്കിയിട്ട് അവിടെ നിന്ന് പോവേ. പിന്നീട് വൈജയന്തി താഴെ നിൽക്കുന്നുണ്ടായിരുന്നു. അലീന മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ചിരി ചിരിക്കും കേട്ടോ അലീനനെ നോക്കിയിട്ട്. അപ്പോൾ വൈജയന്തി അവിടെ നിൽക്കുകയാണല്ലോ. അപ്പോഴാണ് വൈജയന്തി ഒന്നും കഴിച്ചിട്ടില്ല, കൊല്ലപ്പള്ളിയിൽ നിന്ന് തിരിച്ചു വന്നിട്ട് എന്ന് അലീനയ്ക്ക് മനസ്സിലായി. അത് ചോദിക്കുന്നുണ്ടായിരുന്നു. കൊല്ലപ്പള്ളിയിൽ നിന്ന് വന്ന ശേഷം മാഡം ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിച്ചില്ലല്ലോ, ഞാൻ എന്തെങ്കിലും കഴിക്കാൻ എടുക്കട്ടെ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ എന്താ കഴിക്കാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ ചോറുണ്ട്, ചപ്പാത്തി ഉണ്ട്, ഇനി വേറെ എന്തെങ്കിലും വേണമെങ്കിൽ അത് ഉണ്ടാക്കി തരാമെന്ന് പറയുമ്പോൾ കുറച്ച് വിഷം ഉണ്ടെങ്കിൽ അത് വിളമ്പി വെക്കുക എന്ന് പറയും. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, മാഡത്തിന് എന്നെ അറിയാത്തതുകൊണ്ടാണ്, ഞാനിങ്ങനെ വിഷം വിളമ്പുന്നവളല്ല, ഞാൻ സ്നേഹം വിളമ്പുന്നവളാണെന്ന് പറയുമ്പോൾ അതറിയാം, അത് അങ്ങനെ കുറച്ച് കൂടുതൽ വിളമ്പുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അതും കൂടിയാൽ വിഷം തന്നെയാണ് എന്ന് പറയൂ കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് അലീനയാണെങ്കിലും കിച്ചണിൽ പോയിട്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഹാളിലെയും എല്ലാം ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കിടക്കാനായിട്ട് പോകും കേട്ടോ. അപ്പോൾ വൈജയന്തി ആണെങ്കിലും ദേഷ്യത്തിൽ ഇങ്ങനെ ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പിന്നീട് അലീന റൂമിൽ ചെന്നിട്ട് രേവതിക്കുട്ടീനെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. രേവതിക്കുട്ടീനെ വിളിച്ചിട്ട് രേവതിക്കുട്ടിയുടെ വിശേഷങ്ങളൊക്കെ ആദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ നീ എന്തെടുക്കായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാനും അങ്കിളും ആൻറ്റി എല്ലാവരും കൂടെ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്കിളെ ന്യൂസ് ഇട്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് എണീറ്റ് പോകുന്നതാണെന്ന് പറയുമ്പോൾ നിനക്ക് എന്താ ന്യൂസ് ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അതിൽ കുറച്ച് രാഷ്ട്രീയക്കാരും മന്ത്രിമാരും ഒക്കെ ഇരുന്ന് വെറുതെ വായിട്ട് അലയ്ക്കുന്നു, അതല്ലേ, പിന്നെ കുറച്ച് പീഡന കേസ് അങ്ങനെയുള്ളതൊക്കെ അല്ലേ എന്ന് പറയുമ്പോൾ പിന്നെ നിനക്ക് എന്താ വേണ്ടതെന്ന് ഇങ്ങനെ രേവതിക്കുട്ടീനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അവരൊക്കെ മര്യാദയ്ക്ക് അവരുടെ പണിയെടുത്ത് നിന്നാൽ അത്രയും സമാധാനം എന്ന് പറയും കേട്ടോ. പിന്നീട് കോളേജിൽ പോകുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, ക്ലാസ്സൊക്കെ നടക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള മറുപടിയൊക്കെ രേവതിക്കുട്ടി കൊടുക്കും കേട്ടോ. എന്നിട്ട് രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ടായിരുന്നു, നമുക്ക് ചിന്നിമോളെ കാണാൻ പോകണ്ടേ എന്ന് ചോദിക്കും കേട്ടോ. അപ്പം ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും ഒഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാമെന്ന് വെച്ചിരിക്കുകയായിരുന്നു, പക്ഷേ അതും നടക്കുന്നില്ല, ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറയട്ടെ. അപ്പോൾ ഇനിയിപ്പോൾ എന്താ അവിടുത്തെ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ബാലേന്ദ്രനാണെങ്കിലും അലീനനെ സ്വന്തം മകളായിട്ട് പ്രഖ്യാപിച്ചല്ലോ, ഏതോ ഒരു സ്ത്രീയിൽ അച്ഛനുണ്ടായ മകളാണെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ രേവതിക്കുട്ടീനോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായോ എന്ന് പറയും. അപ്പോൾ അലീനയ്ക്കാണെങ്കിലും വൈജയന്തിയുടെ അവസ്ഥ ഓർത്തിട്ട് ഭയങ്കര പാവാണ് കേട്ടോ. ഒന്നും അറിയാതെയല്ലേ അമ്മ പാവം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ടായിരുന്നു, പാവെന്നോ, എന്തായിരുന്നു അവരുടെ അഹങ്കാരം, എന്തായാലും കഴിഞ്ഞ കാലത്തെ കാര്യങ്ങളൊന്നും ചെയ്തത് ഇങ്ങനെ അനുഭവിക്കാതെ ഇവിടുന്ന് പോകാൻ പറ്റില്ലല്ലോ, കുറച്ച് അനുഭവിക്കട്ടെ എന്ന് തന്നെയാണ് കേട്ടോ രേവതിക്കുട്ടിയും പറയുന്നത്. അപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സങ്കടം കേട്ടോ, വൈജയന്തിയുടെ അവസ്ഥയെ ഓർത്തിട്ട്. ഒന്നും അറിയാതെ അല്ലേ മോളെ, എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രേവതിക്കുട്ടിക്ക് അതൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ടായിരുന്നു, ഇതുപോലെ ഒരു അച്ഛനെ എവിടെ കിട്ടും, അമ്മ സ്നേഹിച്ചില്ലെങ്കിലും അച്ഛൻ്റെ സ്നേഹം വേണ്ടോളം കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇനിയിപ്പോൾ ആ അച്ഛൻ്റെ മകളായിട്ട് അങ്ങനെ തന്നെ അങ്ങ് ഇരുന്നോ, ഗമ ഒട്ടും കുറയ്ക്കണ്ട എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് രേവതിക്കുട്ടി. എന്തായാലും പിന്നീട് ആ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് അലീന പറയുന്നുണ്ടായിരുന്നു, ഞാൻ വെക്കുക കേട്ടോ, ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്തായാലും കൂടുതൽ വഴക്കായി, ഇനിയിപ്പോൾ എന്താവുമെന്നൊന്നും അറിയില്ല, ഞാൻ വെക്കുക കേട്ടോ എന്ന് പറഞ്ഞ് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നേ. വൈജയന്തി ആണെങ്കിൽ കൊല്ലപ്പള്ളിയിൽ പോയി വന്നിട്ട് ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പോഴും ഇങ്ങനെ ശിവനും കമലയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അലീന ബാലേന്ദ്രൻ്റെ സ്വന്തം മകളാണെന്നും ഇനിയിപ്പോൾ വൈജയന്തിയുടെ മക്കൾക്ക് ആ വീട്ടിൽ ഇങ്ങനെ വേലക്കാരികളുടെ സ്ഥാനമായിരിക്കും എന്ന് പറഞ്ഞതും അലീനയായിരിക്കും ഇനിയിപ്പോൾ അവിടെ വീട് ഭരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ കാര്യങ്ങളും എല്ലാം തന്നെ ഇങ്ങനെ ഓർത്ത് ഡൈനിങ് ടേബിളിൽ നിന്ന് ജഗുന്ന ഒരു ഗ്ലാസ് വെള്ളമൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് മുകളിലേക്ക് ഇങ്ങനെ പോകാനായിട്ട് തുടങ്ങുമ്പോഴും വീണ്ടും ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് സ്റ്റെയർ കുറച്ചങ്ങ് കയറിയിട്ട് അവിടെ തന്നെ നിൽക്കും. എന്നിട്ട് ബാലേന്ദ്രൻ അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്ന ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇനി ഞാൻ മുകളിലും നീ താഴെയുമാണ്, ഞാൻ നമുക്കിടയിലൊരു ലക്ഷ്മണരേഖ വരച്ചിട്ടുണ്ട്, അത് കടന്ന് നീ ഇങ്ങോട്ടും വരരുത്, ഞാൻ അങ്ങോട്ടും വരില്ല എന്നൊക്കെ ബാലേന്ദ്രൻ വൈജയന്തിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ എന്തായാലും രണ്ടും കൽപ്പിച്ച് അങ്ങ് മുകളിലേക്ക് കയറി പോവാണ്. ആദ്യം ബാലേന്ദ്രൻ്റെ റൂമിൻ്റെ അവിടെ ചെന്ന് നിന്നിട്ട് ഡോറിന് ഇങ്ങനെ തട്ടാനായിട്ട് ഇങ്ങനെ തുടങ്ങും കേട്ടോ. എന്നിട്ടത് വേണ്ടാന്ന് വെച്ചിട്ട് വീണ്ടും തിരിഞ്ഞ് നിൽക്കുകയാണ്. പിന്നീട് എന്തായാലും തിരിഞ്ഞ് ഡോറിന് അങ്ങ് തട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ബാലേന്ദ്രൻ ഫോണിൽ നോക്കിക്കൊണ്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡോറിന് തട്ടുമ്പോൾ എണീറ്റ് വന്ന് ഡോറൊക്കെ തുറന്നു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വൈജയന്തിയാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ഡോറ് തുറക്കുമ്പോൾ തന്നെ വൈജയന്തി ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാനിന്ന് കൊല്ലപ്പള്ളിയിൽ പോയപ്പോൾ ഒരു കാര്യം അറിഞ്ഞു, എന്താന്ന് നോക്കിയിട്ട്. അപ്പോൾ ബാലേന്ദ്രൻ, അലീന നിങ്ങളുടെ സ്വന്തം മകളാണോ എന്ന് ചോദിക്കും. അപ്പോൾ ബാലേന്ദ്രൻ അത് സമ്മതിക്കുന്നുണ്ടായിരുന്നു, അതേന്ന് പറയും കേട്ടോ. അപ്പോൾ വൈജയന്തിക്ക് അങ്ങ് ആകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആരാ അവളുടെ അമ്മ, എനിക്കറിയണം, ഏത് സ്ത്രീയായിട്ടാണ് നിങ്ങൾക്ക് ബന്ധമുണ്ടായിരുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് റൂമിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് കയറും
കേട്ടോ. ഇനിയിപ്പോൾ അത് മരിച്ചു പോയ അവരെ കുറിച്ച് അറിഞ്ഞിട്ട് എന്ത് കാര്യ, അങ്ങനെ അവൾ നല്ല കുട്ടിയല്ലേ, മകള് നല്ലതായാൽ പോരെ എന്നൊക്കെയാണ് കേട്ടോ ബാലേന്ദ്രൻ ചോദിക്കുന്നത്. അപ്പോൾ ആരോടാ നിങ്ങൾ ഈ പറയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് 23 വർഷം നിങ്ങൾ എന്നെ പൊട്ടിയാക്കി വഞ്ചിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ തിരിച്ചു ചോദിക്കും, ഞാൻ നിന്റെ ആങ്ങളമാരോടെല്ലാം തുറന്നു പറഞ്ഞ ശേഷമല്ലേ നീ പൊട്ടിയായത് എന്ന് പറയട്ടോ. എന്നിട്ട് അതുപോലെ തന്നെ വൈജയന്തിനോടും പറയുന്നുണ്ടായിരുന്നു, നിനക്കും എന്തെങ്കിലും തുറന്നു പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ, വർഷവും തീയതിയും പറയുകയാണെങ്കിൽ നമുക്ക് ആരാ കൂടുതൽ പൊട്ടനും പൊട്ടത്തിയായതെന്ന് നമുക്ക് കണക്ക് കൂട്ടി എടുക്കാമെന്ന് പറയുമ്പോൾ വൈജയന്തി അപ്പോൾ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് കണക്ക് കൂട്ടാനും ഇല്ല കുറയ്ക്കാനും ഇല്ല എന്ന് പറയും കേട്ടോ. അലീന നിങ്ങളുടെ സ്വന്തം മകളാണെന്ന് അറിഞ്ഞ ശേഷം അലീനനെ ഇവിടെ നിർത്താൻ പറ്റില്ല എന്നാട്ടോ വീണ്ടും പറയുന്നത്. അപ്പോൾ ബാലേന്ദ്രനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെയാണല്ലോ, നീ ഇങ്ങനെ ഇത് ആദ്യം മുതലേ ഇതന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അലീനനെ പറഞ്ഞു വിടണമെന്ന്. ഞാനാണെങ്കിൽ അലീനനെ പറഞ്ഞു വിടില്ല എന്നുള്ളതും അപ്പോൾ അത് പറയുന്നുണ്ട്. അപ്പോൾ വൈജയന്തി പറയും, അലീന നിങ്ങളെ മകളാണെന്ന് അറിഞ്ഞ ശേഷം അവളെ ഇവിടെ നിർത്താൻ ഞാൻ സമ്മതിക്കില്ല, എനിക്ക് നിങ്ങളുടെ ഭാര്യയായിട്ട് ഇരിക്കണമെന്ന് ഒരു ആഗ്രഹവുമില്ല, പക്ഷേ മക്കളെ ഓർത്തിട്ട് ഞാനൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറയട്ടെ. അപ്പോൾ ബാലേന്ദ്രനും പറയുന്നുണ്ടായിരുന്നു, ഞാനും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് എന്ന്. അപ്പോൾ അലീനനെ പറഞ്ഞു വിടണം എന്നുള്ള ആവശ്യമാണ് കേട്ടോ വൈജയന്തി പറയുന്നത്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് എൻ്റെ മകളെ ഉപേക്ഷിക്കാൻ പറ്റില്ല, അവൾ 23 വർഷം അനാഥയായിട്ടാണ് ജീവിച്ചത്, അവൾക്ക് ഇപ്പോഴാണ് ഒരു അച്ഛൻ്റെ സ്നേഹം കിട്ടിയത്, ഇനി അവൾ അച്ഛൻ്റെ സ്നേഹം കൂടപ്പിറപ്പുകളുടെ സ്നേഹമൊക്കെ അനുഭവിക്കട്ടെ എന്ന് പറയും. അപ്പോൾ ഞാനിങ്ങനെ പ്രസവിച്ച മക്കളാണോ അവളെ കൂടപ്പിറപ്പുകൾ എന്ന് ചോദിക്കുമ്പോൾ അതെ, ഇങ്ങനെ അവൾക്ക് അവരോടൊക്കെ എന്ത് സ്നേഹമാണെന്നൊക്കെയാണ് കേട്ടോ ബാലേന്ദ്രൻ തിരിച്ചു ചോദിക്കുന്നത്. അപ്പോൾ എന്തായാലും വൈജയന്തി പറയുന്നുണ്ടായിരുന്നു, എന്തായാലും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ വീട്ടിൽ വേണ്ട, അത് ബാലേന്ദ്രൻ തീരുമാനിച്ചോ, ഒന്നുകിൽ അവൾ അല്ലെങ്കിൽ ഞാൻ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ വൈജയന്തി അലീനേനെ അവിടെ നിർത്തുകയാണെങ്കിൽ വീട് വിട്ട് പോകുന്നതാണ് പറയുന്നത്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് എൻ്റെ മകളെ ഉപേക്ഷിക്കാൻ എന്തായാലും പറ്റില്ല, അവളെ ഇവിടെ കൂടുതൽ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എല്ലാ സത്യവും തുറന്നു പറഞ്ഞത് എന്ന് പറയുന്നുണ്ടായിരുന്നു. ബാലചന്ദ്രൻ ഇതെല്ലാം പറയുന്ന സമയത്ത് വൈജയന്തി തിരിച്ചു ചോദിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് ഇതൊക്കെ പറയാൻ ഉളുപ്പുണ്ടോ, ആരോടോ നിങ്ങൾ ഈ പറയുന്നത് എന്ന് വല്ല ബോധ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അലീനനെ പറഞ്ഞു വിടില്ല എന്ന് ബാലേന്ദ്രൻ തറപ്പിച്ച് പറഞ്ഞതോടുകൂടി വൈജയന്തിക്ക് ആകെ സങ്കടവും ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാലേന്ദ്രനോട് പറയുകയാണ്, നിങ്ങളിതിന് അനുഭവിക്കും എന്ന് പറയുകയാണ്, നിങ്ങളും അവളും കൂടെ ഇവിടെ അങ്ങ് കഴിഞ്ഞോ, എന്തായാലും വൈജയന്തി ഇവിടെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ബാലേന്ദ്രനെ ക്രൂരൻ വഞ്ചകൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. ദൈവം ഉണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിക്കും എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ടായിരുന്നു വൈജയന്തിനോട്, അപ്പോൾ ദൈവം ഉണ്ടെന്ന് പോലും ഉറപ്പില്ല അല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടത്തിലും ദേഷ്യത്തിലാണ് കേട്ടോ വൈജയന്തി മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നത്. എന്നിട്ട് പിന്നെ നേരെ താഴേക്ക് ഇറങ്ങി വന്നിട്ട് അലീനയുടെ റൂം അടച്ചിരിക്കുകയാണല്ലോ, ഒന്ന് അങ്ങോട്ട് നോക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ അവിടുന്ന് വൈജയന്തിയുടെ റൂമിലേക്ക് പോവാണ് കേട്ടോ. അവിടെ ചെന്നിട്ട് ഡ്രസ്സൊക്കെ മാറി സാധനങ്ങളെല്ലാം എടുത്ത് പെട്ടിയിലാക്കുകയാണ് കേട്ടോ. വൈജയുടെ ഡ്രസ്സെല്ലാം വെച്ച് കഴിഞ്ഞ ശേഷം പിന്നീട് മൊബൈൽ ചാർജറും എല്ലാം തന്നെ എടുത്ത് വെക്കുന്നുണ്ടായിരുന്നേ. എന്നിട്ട് പിന്നെ പെട്ടിയുമായിട്ട് എന്തായാലും പോകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരും ഇതൊന്നും അറിയുന്നില്ല കേട്ടോ. എല്ലാവരും നല്ല ഉറക്കത്തിലാണെന്ന് തോന്നുന്നുണ്ട്. ബാലേന്ദ്രന് മുകളിലും ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ താഴെ നടക്കുന്ന ഒരു കാര്യം അറിയുന്നില്ല. എന്തായാലും വൈജ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് പോകാൻ റെഡി ആയിട്ട് കാറിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് ഡിക്കിയൊക്കെ തുറന്നിട്ട് പെട്ടിയെല്ലാം ഡിക്കിയിലേക്ക് വെച്ചിട്ട് പിന്നീട് വന്ന് ഗേറ്റൊക്കെ തുറക്കുകയാണ് കേട്ടോ. ഗേറ്റ് ഭയങ്കര ദേഷ്യത്തിലാണ് വന്ന് തുറന്നിടുന്നത്. എന്നിട്ട് കാറിൽ കയറി പോവാണ്. കാറിൽ കയറുന്ന സമയത്ത് മുകളിലേക്ക് ഒരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ. ബാൽക്കണിയിലൊന്നും ബാലേന്ദ്രനും ആരുമില്ല. മുകളിലേക്ക് നോക്കിയിട്ട് എന്തായാലും കാറിലേക്ക് കയറും. എന്നിട്ട് പോകുന്ന സമയത്ത് ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ. ദേഷ്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, വീട്ടിൽ വേലക്കാരിയായിട്ട് വന്നവളും എന്നെ ചതിച്ചു, ഇനി എന്തായാലും ഞാൻ ആ വീട്ടിലേക്ക് തിരിച്ചില്ല എന്നിങ്ങനെ പറയും. ഭയങ്കര ദേഷ്യത്തിലാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്. പിന്നെ പ്രമോ കാണിക്കുന്നുണ്ടായിരുന്നു. കാണിച്ച പ്രമോ തന്നെയാണ് വൈജയ്ക്ക് ആക്സിഡൻ്റ് ആവുന്നതും കമല മനുവിനോട് പറയുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കാണിച്ചത്. ആക്സിഡൻ്റ് ആവുന്ന സമയത്ത് രാജീവും എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതും ഒക്കെ തന്നെയാട്ടോ കാണിക്കുന്നത്.